എല്ലാവരുടെയും ഒരു വലിയൊരു എഫേർട്ടാണ് ഇത് ഇവിടം വരെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റി. അതുപോലെ വിചാരിച്ച പോലെ തന്നെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സ്റ്റോറി, അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും വന്ന് മൂവി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഞാൻ നല്ല സിനിമ. ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അനിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് കണ്ടത് ഉള്ളൂ. ഇപ്പോൾ മൂവി ഫുൾ മൂവി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഇതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനി എല്ലാവരും സിനിമ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ നെഞ്ചിടിപ്പായിരുന്നു. ഈ പറയുന്ന പോലെ ഓരോ സിറ്റുവേഷനിൽ ഈ പറയുന്ന പുറകിൽ നിന്ന് ചെറിയ സൗണ്ട് വരെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഫൈനലി കഴിഞ്ഞൊരു കയ്യടി കിട്ടിയപ്പോൾ എല്ലാം ഒന്ന് തണുത്ത് ഉറച്ച് ഈ പറഞ്ഞ പോലെ ഉറച്ചിരുന്ന സാധനങ്ങളൊക്കെ അലിഞ്ഞങ്ങ് പോയി. ഭയങ്കര ഹാപ്പിയാണ്. ഈ പറയും പോലെ നല്ല റെസ്പോൺസ് ഉണ്ട്. ബാക്കി നിങ്ങൾ ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ട്. ബാക്കി ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരും റിവ്യൂ എടുക്കുക, ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ എടുക്കുക. ബാക്കി അനിലേട്ടൻ സംസാരിക്കും. കാരണം നമ്മൾ വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണിത്. പക്ഷേ കണ്ടന്റ് തന്നെയാണ് ഇതിൻ്റെ കിങ് എന്ന് ഞങ്ങൾ അപ്പോൾ അത് ഓഡിയൻസിന് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ ജോണറുകൾക്ക് ഇവിടെ നല്ല ഓഡിയൻസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ടെന്ന് അഭിനയിച്ച് വളരെ കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ് എല്ലാവരും ഓൾ ടുഗദർ. കാരണം നമ്മളെല്ലാവരും താരതമ്യേന പുതിയ ആളുകളാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത 3-4 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ ജെല്ലായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ ഓക്കെ. താങ്ക് യു. എൻ്റെ പേര് സജിൻ. ആക്ച്വലി ഞാൻ സീരിയൽസ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഫസ്റ്റ് ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. പിന്നെ എല്ലാവരുടെയും കൂടെ വന്നിരുന്ന് കാണാൻ കഴിയുന്നു, ക്രൂവിൻ്റെ കൂടെ. പിന്നെ അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ ആ മൂവി കണ്ടുകൊണ്ടേ ഇരിക്കാൻ നമുക്കങ്ങനെ തോന്നും. പെട്ടെന്ന് സമയം പോകുന്നത് അറിയില്ല. അതിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും. പക്ഷേ ട്വിസ്റ്റുകളോടുകൂടി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ട്വിസ്റ്റ്, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് തന്ന ലാസ്റ്റിൽ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞല്ലോ, ഒരിക്കലും റെപ്പറ്റീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തൊരു മൂവിയാണ്. ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കുരുക്ക് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പടം നന്നാണ്, അടിപൊളി പടമാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഓക്കെ പടം എന്താ നല്ല പടമാണ്. കാര്യം എല്ലാവരും വന്ന് കാണണം. അത് കാര്യം ഇത് നമ്മളെ കുറച്ച് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഔട്ട്കമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്തായാലും എൻ്റർടൈൻമെൻ്റ് ആണ് പടം. കാര്യം നിങ്ങൾക്ക് ആ 2 മണിക്കൂർ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണുക.